നീണ്ട ലിസ്റ്റ് എഴുതി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വേണ്ടടാ ഒരു മഴ. മഴയെന്ന് പറഞ്ഞാൽ വലിയ മഴയില്ല, എന്നാൽ പോലും മടി തോന്നിപ്പിക്കുന്ന ഒരു കാലാവസ്ഥ. അല്ലെങ്കിലേ ഞാൻ പോകണോ വേണ്ടയോ ഒന്ന് മടിച്ചിട്ടാണ് ഇരുന്നത്. കാരണം വണ്ടി എടുത്തിട്ടില്ല, നടന്നു വേണം പോകാൻ. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു കുടയും എടുത്ത് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് വച്ച് പിടിച്ചു. നേരെ പോയപ്പോഴേക്കും തീരുന്നില്ല, റോഡ് തീരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ നടന്ന് എങ്ങനെയൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തി. മഴയും കൂടെ ആയതുകൊണ്ട് പാടായിരുന്നു എത്താൻ വേണ്ടി, എന്നാലും എത്തിയല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പച്ചക്കറി, മലക്കറി, സവാള, ഉള്ളി, ബനാന എല്ലാം മേടിച്ച്, ഏകദേശം എല്ലാം മേടിച്ച് വീട്ടിലെത്തി. അപ്പോഴേക്കും ചക്കയപ്പം, അമ്മ ചക്കയപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെയൊക്കെ ചക്കയപ്പം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. നമ്മുടെ ഓൺ സ്റ്റോക്ക് ആയിട്ടുള്ള, ഹാൻഡ് സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു കുർത്തയാണ്. ബ്ലാക്ക് കളർ, അടിപൊളി ഫെസ്റ്റിവൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഒക്കേഷനൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ കുർത്തയാണ്. ഇതിന് 550 മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ജോർജറ്റ് മെറ്റീരിയലാണ്. ഫുൾ സ്ലീവ്. ഇതിലിതാ കണ്ടോ, നമ്മുടെ ഒരു കൈയുടെ ബോട്ടം പോർഷനിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. 3/4 കൈ, 3/4 അല്ല, 3/4 അല്പം കൂടെ ലെങ്ത് വരുന്ന കൈയാണ്. കയ്യിൽ ഇതുപോലെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട്. അടിപൊളി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ്. ഇത് ഞാനൊരു കസ്റ്റമറിന് ഫുൾ ആയിട്ട് നിവർത്തിയിട്ടിട്ടുള്ള വീഡിയോ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഞാൻ അങ്ങനെ എടുക്കാത്തതിന് കാരണം അപ്പോഴേക്കും ലൈറ്റ് ഇങ്ങനെ നമുക്കിങ്ങനെ ലൈറ്റിൻ്റെ ഇത് കൊണ്ടിട്ട് കളറൊന്ന് ലൈറ്റ് ആകാൻ തുടങ്ങും. മനസ്സിലായില്ലേ? ഇതാ ഈ ഒരു വൈറ്റ് കളറ് ഒരു ഷെയ്ഡ് പോലെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ, അല്ലാണ്ട് ഇത് ഒറിജിനലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഡാർക്കാണ്. നിങ്ങൾക്ക് ഞാൻ തൊട്ട് മുന്നേ ഇട്ടിരിക്കുന്ന ഷോർട്സ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ സെയിം ഡ്രസ്സാണിത്, സെയിമാണിത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പെൺകുട്ടി ഡാൻസൊക്കെ ചെയ്ത്, കൂടെയുള്ള എല്ലാവരും ഡാൻസൊക്കെ ചെയ്ത് കുറേ ബബിൾസൊക്കെ പോകുന്നുണ്ടായിരുന്നു. പല വെറൈറ്റി ബബിൾസ് പോകുന്നുണ്ടായിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ടൈപ്പ് ബബിൾസൊക്കെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് അവരെല്ലാവരും ഏകദേശം ഡാൻസേഴ്സാണ്. ഒരാൾ നമ്മുടെ സീരിയൽ, വല്യേട്ടൻ സീരിയലിൽ ആക്ട് ചെയ്യുന്ന ഏറ്റവും ഇളയ കുട്ടിയാണ് ഒരാൾ. എല്ലാവരും ഡാൻസ് നന്നായിട്ട് കളിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കുറച്ച് കലാപരിപാടികൾ, വീഡിയോ ഷൂട്ടിംഗ്, ഫോട്ടോ എടുപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. എന്തായാലും ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു, പക്ഷെ എന്തൊക്കെയോ നടന്നു. അതുകൊണ്ട് ഇതിനി ഇങ്ങനെ ഇടാനേ വഴിയുള്ളൂ. അല്ലാണ്ടിനി ഒരു പാട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒന്നും ഇതിലില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ. നേരെ വീട്ടിലേക്ക് വന്ന് അജാതിക്കത്തോട്ടം ആ പാട്ടും കണ്ട് ജാതിക്കയും മരത്തിൽ നടത്തെടുത്തു. അടർത്തി എടുത്ത ജാതിക്കയും വെച്ചിട്ട് ഞാൻ കറക്റ്റ് മാച്ചായിട്ടുള്ള ആ പാട്ട് കേൾക്കുമായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ചക്കയപ്പം കഴിച്ചു. ചക്കയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൽ കുറച്ച് ചക്കയപ്പവും എടുത്ത് പേപ്പറിൽ പൊതിഞ്ഞെടുത്തിട്ട് നേരെ ഞാൻ മോൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ്, മോനെ വിളിക്കാനായിട്ട്. അവിടെ കുറച്ച് ടീച്ചേഴ്സിനും സാറിനും ഒക്കെ ചക്കയപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവനെയും വിളിച്ചിട്ട് ഇതും കൊടുത്തിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ അവൻ അവിടെ പാർക്കിൽ തകർത്ത് കളിയായിരുന്നു. നമുക്ക് പാർക്കിൽ കളിച്ചിട്ട് പോകാമോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കരുതി കുറച്ച് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അവൻ ഉടനെ ഊഞ്ഞാലാടണം. അങ്ങനെ കുറേ നേരം ഊഞ്ഞാലൊക്കെ ആട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫംഗ്ഷന് പോയായിരുന്നു, റിസപ്ഷൻ. അതിലവന് കുറേ പഞ്ഞി മുട്ടായി, വലിയ പഞ്ഞി മുട്ടായി വെച്ചിട്ട് ഇങ്ങനെ ആസ്വദിച്ചത് കഴിക്കുമായിരുന്നു. അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനത്തെ ഒരു വീഡിയോ എടുത്താലോ തിരികെ വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ കരുതുന്നത്. ഈ ഒരു കപ്പ് കണ്ടപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ എടുക്കാം. അത് നല്ല കപ്പ്, നല്ല ഭംഗിയില്ലേ? കോഫിയാണ് കേട്ടോ, കോഫിയാണ് കുടിച്ചത്. കോഫിയും പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു കടിയും. അങ്ങനെ ചെറിയൊരു കടിയും കൊടുത്ത് മുടിയൊക്കെ ആ കാലം കോലപ്പെട്ടിരിക്കുകയാണ്. നേരെ വന്ന് അവന് ഞാൻ ശർക്കര കുഴക്കട്ട ഉണ്ടാക്കി കൊടുത്തായിരുന്നു അവന് വേണ്ടിയിട്ട്. അങ്ങനെ അതും ആസ്വദിച്ച് അവനവിടെ നിന്ന് കഴിച്ചിട്ട് ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവനെ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നായിരുന്നു. അപ്പം ഞാൻ ഈ വായിക്കുന്നത് കണ്ടിട്ട് അവന് ഭയങ്കര ചിരി സഹിക്കാൻ വയ്യ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ്. അതാണ് ഞാൻ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവൻ്റെ ചിരി കാണാൻ വേണ്ടിയിട്ട്. चित्रों को पूरा करके रंग भरो, पहचानकर पढ़ो और सही उच्चारण करो. पहचानकर पढ़ो और
सही उच्चारण करो, चित्रों को पूरा करके रंग भरो। മലയാളം പറഞ്ഞടി. चित्र देखकर उनके नाम के पहले बार മലയാളം चित्र അമ്മ ഒന്ന് ദേ- മലയാളം പറ, ഒന്നും മനസ്സിലാവുന്നില്ല. चित्र देखकर उनके नाम के पहले वर्ण पर गोला മലയാളം गोला लगाओ। ഗോലേ ഗോല എന്തെങ്കിലും पहचानकर पढ़ो और सही उच्चारण करो। മുഞ്ചിച്ചിരിയാണ്ട്. അപ്പോൾ ആ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ തന്നെ ഹാൻഡ് സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു പാക്കറ്റ്, ഈ ഒരു സാരിയാണ് ഇത് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം, വീഡിയോ എടുക്കാം എന്ന് കരുതിയിട്ട് അത് കാണിക്കുകയാണ്. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സാരി ആൻഡ് കളർ എന്ന് പറയാം. അടിപൊളി സാരിയാണ്. ഇപ്പോൾ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഞാനത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന സമയത്ത് ഏകദേശം ഞാൻ എല്ലാവരോടും അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം അത്രയ്ക്ക് എനിക്ക് അതിൻ്റെ ഒരു കളറും അതുപോലെ തന്നെ ആ സാരിയും ഒത്തിരിയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളറാണ് വയലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് എക്സാക്റ്റ് വയലറ്റ് അല്ല, ഈ ഒരു കളർ ഇതാ കണ്ടോ, ഇതിൽ ഗോൾഡൻ കളറിലുള്ള ഈ ഒരു ചെക്ക് ആയിട്ടുള്ളത്. അതുപോലെ പല്ലു വന്നിട്ട് അടിപൊളി. നിങ്ങൾക്ക് ഇതിൽ കോൺട്രാസ്റ്റ് കളേഴ്സും നിങ്ങൾക്ക് ബ്ലൗസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈറ്റ് കളേഴ്സും യൂസ് ചെയ്യാം. ഏത് മാച്ചായി പോകുന്ന തരത്തിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.